ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞങ്ങളെ യാത്ര നമ്മളിതാ വയനാടൻ താമരശ്ശേരി ചുരത്തിലൂടെ ഞങ്ങൾ പോവാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ചെറിയൊരു ടൂർ ട്രിപ്പ്, ഞായറാഴ്ച പ്ലാൻ ചെയ്ത ടൂർ ട്രിപ്പ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ ചുരത്തുമലാണ് കേട്ടോ. ചുരത്തിൻ്റെ താഴ്ഭാഗത്തൊന്നും ഒരു കുഴപ്പമില്ല, അവിടെ ബ്ലോക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വളവൊക്കെ കാണുമ്പോഴാണ് വാഹനങ്ങൾ മുന്നിലിങ്ങനെ ചീറി പാഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ്, നമുക്ക് ബുദ്ധിമുട്ടുകൾ. നമ്മൾ സ്കൂട്ടി പോയതല്ലേ, മുകളിലേക്ക് കയറുന്തോറും താഴ്ഭാഗത്തിൻ്റെ ഭംഗി ഉഷാറാകുന്നുണ്ട്. എന്തായാലും നല്ല രസമുള്ള യാത്രയാണല്ലോ. ചുരത്തിൻ്റെ മുകളിൽ കൂടെ എല്ലാവരും പോയിട്ടില്ല, ഞങ്ങളൊക്കെ പോയിക്കണല്ലോ അല്ലേ? ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി. എന്തായാലും ചുരത്തുമുകളിലുള്ള യാത്ര വേറെ വൈബ് തന്നെയാണ് കേട്ടോ. അടിപൊളിയുടെ മരങ്ങളും കാടുകളും തിങ്ങി നിറഞ്ഞിട്ടുള്ള അടിപൊളി യാത്ര. അതൊരു വേറെ അനുഭവം തന്നെയാണ്, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നോക്കിയാണ് നിങ്ങളെ താഴ്ഭാഗത്തിൻ്റെ ഒരു ഭംഗി. അവിടെ കണ്ടല്ലേ, അതാണ് നോളജ് സിറ്റി എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇവിടെ ഒരു ടീം ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫുഡ് കഴിക്കാൻ മറ്റൊരാൾക്കാരും വന്നിട്ടുണ്ട്, കണ്ടല്ലേ? ഇവരാണ് താരങ്ങൾ, അടിപൊളി താരങ്ങൾ. ഇവരെ നമുക്ക് ഈ ചുരത്തിൻ്റെ എല്ലായിടത്തും കാണാം കേട്ടോ. ഇവരില്ലാതെ ഈ ചുരമില്ലല്ലോ. ഏറ്റവും കൂടുതൽ കുരങ്ങന്മാരെ കാണുന്നതാണ് നമ്മളെ വയനാട് ചുരം. വയനാട് കാട്ടിലൊന്നും പോയി കഴിഞ്ഞാൽ അത്ര കാണാൻ പറ്റില്ല, പക്ഷെ വയനാട് ചുരത്തുമ്പോൾ ഇവർക്ക് മെയിനായിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. പൊറോട്ടയൊക്കെ കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? കടിച്ചു കൊണ്ടുപോകണ്ടില്ലേ ആള്. ഇവിടുത്തെ വരൊക്കെ നല്ല സെറ്റാണ്. ഞങ്ങൾ 4-5 പേരുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഫാമിലി മൊത്തത്തിലാണ് വന്നിട്ടുള്ളത്, 2 ആൾ മാത്രമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വയനാടുള്ള നമ്മളെ പൂക്കോട് തടാകത്തി അവിടുത്തെ കാര്യങ്ങളാണ് എഴുതിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവമുണ്ട്, ഇതൊക്കെ ഇല്ല എന്നൊക്കെ കേട്ടോ. അടിപൊളി. അവിടെ പോയപ്പോൾ ഈ ഒരു സംഭവം കണ്ട്, ഈ മരം കണ്ട ഞങ്ങൾ. ഈ മരം ഒരു ഉണ്ടാക്കിയെടുത്ത സംഭവം പോലെ കണ്ടില്ലേ, സെറ്റാണ്. അവിടെ ചെന്നപ്പോൾ മറ്റാൾക്ക് പിന്നെ അടിപൊളിയായി. ആൾക്ക് പിന്നെ കുറച്ച് സംഭവം കിട്ടി. ആൾ കുറച്ച് പേടിയുണ്ടെങ്കിലും ഒന്ന് രസമാക്കി ആളൊന്ന് മുട്ടൊക്കെ അടിച്ചിക്കണ്. നമ്മൾ അടിപൊളി മച്ചാൻ എന്താ ചെറിയ മുട്ടൊക്കെ അടിച്ചിക്കണ്. അതിനിങ്ങനെ രസമാണ് സംഭവം. കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള ഏരിയകളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കണ്ടത് ഒരുപാട് കണ്ടല്ലേ, ഈ പൂക്കോട് തടാകത്തിൽ കുറേ സൈക്കിൾ പെഡൽ ബോട്ടുകളാണ് കണ്ടത്. അപ്പം എന്തായാലും നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങളതെന്താക്കി ഫ്രെയിമിലാണ് എടുത്ത്. നല്ല അടിപൊളി സ്പോട്ട്, നല്ല മരവും ബാക്കിൽ കായലും തടാകം സെറ്റപ്പ്. നിങ്ങളെല്ലാവരും കൂടി ഫോട്ടോസും ഒക്കെ കൂടെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഉഷാറ്. എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയും? ഉഷാറല്ലേ? പൊളിയല്ലേ? വൈബല്ലേ? ചിറുല്ലേ? ചോട്ട് കയറണേ, അയ്യോ ചോട്ട് ഇവിടെ കല്ലുണ്ട്. പിന്നെ ഈ ഭാഗമൊക്കെ കാടാണ്, പക്ഷെ എന്നാലും ഇവിടെ ക്യാമറ, അതായത് സെക്യൂരിറ്റി ക്യാമറ ഉണ്ട്. അപ്പോൾ ആരും ഇവിടെ ഒന്നും നമുക്കൊരു കച്ചറ കളിക്കാനോ വേറെ ഒന്നിനോ പറ്റൂല കേട്ടോ. ഫുൾ സെറ്റാണ്. കാട്ടിലേക്ക് കയറി പോകുന്നൊക്കെ തോന്നും, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒക്കെ ക്യാമറ അണ്ടർ കൺട്രോളിലാണ് കേട്ടോ. സമയങ്ങളിലാണ് അടിപൊളി ഒരു മരം നിൽക്കണ്. എന്താല്ലേ, സൂപ്പർ. ഫുൾ ചില്ലകളായിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു മരം. പിന്നെ അത് ഇവിടെ കുറച്ച് ഈ കാലുമലി മീൻ കൊത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ചികിത്സ, സുഖചികിത്സ എന്നൊക്കെ പറയല്ലോ. അങ്ങനെ സുഖചികിത്സൻ്റെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സംഭവം രസമാണ്, പൊളിയാണ്, തീർപ്പാണ്. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു ഏരിയ. പിന്നെ അവിടെ നമ്മൾ പലയിടത്തൊക്കെ പോകണമെങ്കിൽ തന്നെ നമ്മളെ വലിയ അലങ്കാര മത്സ്യങ്ങൾ, അതും വലിയ മത്സ്യങ്ങളുടെ അത്യാവശ്യം വലുപ്പമുള്ള ഞങ്ങൾ കണ്ടില്ലേ. ഞാൻ കുറച്ച് മുകളിൽ നിന്നാണ് കാണുന്നത്. ഈ മത്സ്യത്തിൻ്റെ വലുപ്പം ചിലപ്പം ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നല്ല വലുപ്പമുണ്ട്. ഇതല്ലേ, ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന മത്സ്യമുണ്ടല്ലേ, ഫുഡ് കഴിക്കണം, ആ സാധനമാണ്. ഇതൊക്കെ വളർത്തി ഇതാക്കണ മത്സ്യങ്ങളാണ്. പിന്നെ അവിടെ ആമ, അതായത് അവിടെ വളരുന്ന
വലിയ വലിയ ആമകൾ കാര്യങ്ങൾ, അതുപോലെ വലിയ 1-2 മീനുകളുണ്ട്. നമ്മുടെ മുതലൻ്റെ ടൈപ്പുള്ള ആ ഒരു ഫാമിലിയിൽപ്പെട്ടൊരു മീനുണ്ട്. ഇതല്ല, ഇതൊക്കെ വളർത്തു മത്സ്യങ്ങളിലുപരി ഇതൊക്കെ നമ്മൾ ഫുഡിന് പറ്റിയ മത്സ്യങ്ങളും കൂടി ഉണ്ടോ, കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഒരു മുതലൻ്റെ ഷേപ്പാണ് മുൻഭാഗമെങ്കിലും ബാക്ക് മീനിൻ്റെ ഷേപ്പും കൂടി ആയിട്ടുള്ളത്. പിന്നെ ഒരുപാട് എക്കോറിയങ്ങൾ, ചെറിയ ചെറിയ നല്ല നല്ല അലങ്കാര മത്സ്യങ്ങൾ ഒരുപാടുണ്ട്. നല്ല രസമുള്ള എക്കോറിയം എങ്ങനെ സെറ്റ് ചെയ്യണം, നമ്മൾ പുതിയ പുതിയ വീട് പണിക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ സെറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി വൃത്തിയുണ്ടല്ലോ നിങ്ങൾ. അയ്യോ, ഇതൊക്കെ ശരിക്കും നമ്മളേക്കും എന്താ പറയുക സീനിയറിയാണ്, പക്ഷേ ഒറിജിനൽ ആ മീനൊക്കെ പോകണുണ്ടല്ലോ നിങ്ങൾ. ഇതൊക്കെ ഒറിജിനലാണ്, ബാക്കിൽ സീനിയറി ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഈ മരങ്ങളൊക്കെ വെച്ചതാണ്, ബാക്ക്ഗ്രൗണ്ട് മാത്രം ആ ബ്ലൂ ആക്കിയതാണ്. ഇതുണ്ടല്ലേ അരാപ്പയ്മൻ്റെ വേറൊരു സാധനം, അരാപ്പയ്മൻ്റെ മാരത്തെ വേറൊരു സാധനമാണിത്. പൊള്ളി സാധനമാണ് കേട്ടോ. അതൊക്കെ വെട്ടിയാണ്ടല്ല, വേറെ പേരുണ്ട് ഇതിന്, എന്തോ ഒരു പേരുണ്ട്. ഭയങ്കര മീനാണ്, സെറ്റ് മീനാണ്, ഭയങ്കര വാല്യൂ ഉള്ള മീനാണ്. ഒരുപാട് മീനുകളുണ്ട്. മീനുകൾ കണ്ട് നമ്മൾ മടുക്കും. മീനുകൾ നമ്മളത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടാണല്ലോ, അടിപൊളി അടിപൊളി മീനുകൾ, കിടുക്കാച്ചി മീനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏതാ മീൻ? പൊളിയല്ലേ, ചീറു. ഒക്കെ ഒന്ന് കണ്ടു നോക്കി. എന്തായാലും നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ആ പോകുന്ന എന്താ പറയുക എൻട്രി ഭാഗത്ത് തന്നെ ഉണ്ട് കുറച്ച് അവിടുത്തെ എന്താ പറയുക പരമ്പരാഗത കച്ചവടങ്ങളുണ്ടാവും, ഒരുപാട് ഐറ്റംസുകളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തേൻ മുതൽ അങ്ങനെയുള്ള ഒരു ചോക്ലേറ്റ് മുതൽ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടാവും, അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് ടോയ്സും അതും ഇതും എല്ലാം ഉണ്ടാവും, ഒന്നും ഒരു ഒഴിവുണ്ടാവില്ല. അടിപൊളി ഉഷാറ് സാധനങ്ങൾ ഒരുപാടുണ്ടാവും, കരകൗശല വസ്തുക്കളായിട്ടും ഹാൻഡ് മെയ്ഡ് ഐറ്റങ്ങളാണ് മെയിനായിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ. കണ്ടില്ല ഞങ്ങൾ സൈക്കിളുകളൊക്കെ പൊളിയല്ലേ. ഇതൊക്കെ അവിടുത്തെ ഹൈലൈറ്റ്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി പറയണ്ടല്ലോ, ഒരുപാട് സാധനങ്ങൾ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അത് എന്തായാലും ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും. ഇതൊക്കെ മുള കൊണ്ടുണ്ടാക്കിയ ഐറ്റംസാണ്, ഫുൾ മുള കൊണ്ടുണ്ടാക്കിയ ഐറ്റംസിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. പുട്ടുംകുറ്റി വരെയുണ്ട് മുളൻ്റെ, കണ്ടില്ല? ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ പുട്ടുംകുറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ഞങ്ങൾ അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് വരും. അപ്പോൾ ആ ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണത്. എന്തായാലും ആ വീഡിയോസ് അടുത്ത എപ്പിസോഡിൽ വരും. അപ്പോൾ എന്തായാലും കാണാൻ മറക്കരുത്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി മറിഞ്ഞു നോക്കിയതാണ്. സംഭവം എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും മറക്കണ്ട, നമ്മുടെ ചാനൽ, നമ്മുടെ സ്വന്തം ചാനൽ ഒരുപാട് സെറ്റാക്കാനുള്ളതാണ്. ഇപ്പോൾ ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ എല്ലാം അമർത്തി സെറ്റാക്കിയാണ്.